നമസ്കാരം. ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ഫ്രഷ് കണ്ടന്റായ ചായക്കടയിലേക്ക്. അതും ദിവാകരേട്ടൻ്റെ സ്വന്തം ചായക്കടയായ ദിവാകരൻ ബൈറ്റ്സ് അഥവാ ഡി ബൈറ്റ്സിലേക്ക്. തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന IT കമ്പനിയിലെ ടെക്കികളുടെ കൂടിച്ചേരലുകളുടെയും കൂട്ടായ്മയുടെയും കുത്തിത്തിരിപ്പിൻ്റെയും പുതികാരിവെട്ടലിൻ്റെയും ചർച്ചാ കേന്ദ്രമായ ദിവാകരേട്ടൻ്റെ സ്വന്തം ചായക്കട. നിങ്ങളേവരെയും ഈ ചായക്കടയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. അയ്യോടൊരു ശ്വാസം വിടാൻ പറ, എനിക്ക് ഇയാൾ ചത്തുപോകും. ദിവാകരേട്ടാ, തീർന്ന് ശ്വാസം വിട്ടോ. മാവോ എന്താ വായിക്കുന്നേ? ചരമകോളാന്നോ? ഇനി ഞാൻ അത് പറഞ്ഞിട്ട് അതേ പിടിച്ചൊരു കോമഡി അടിക്കാനല്ലേ? ചരമല്ല, ഞാൻ ഉത്രട്ടാതിയുടെ വാരഫലം നോക്കുമായിരുന്നു. എന്നാ മൂലം നോക്കിക്കേ. നല്ലയാണല്ലോ. അതല്ല, മൂലം നക്ഷത്രത്തിന്റെ വാരഫലം നോക്കാൻ. അത് എന്നാ പറഞ്ഞത്? മൂലം നക്ഷത്രത്തിന്റെ വാരഫലം നല്ലതാ, ഞാൻ നോക്കിയതാ. ഓ അങ്ങനെ. എന്ത് പറഞ്ഞാലും ഡബിൾ മീനിങ്ങിൽ അങ്ങ് എടുത്തോളും. ദുഷിച്ച ചിന്താഗതി. ഓ സാർ ഇരിക്കണം സാർ. അയ്യോ വേണ്ടായിരുന്നു. സാറിന് കഴിക്കാൻ എന്തെങ്കിലും? വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചായിരുന്നു. ഓ ഞാൻ സാറിനൊരു കാര്യം ഏൽപ്പിച്ചായിരുന്നു. ഞാൻ മറന്നിട്ടില്ല. കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ ഉപകാരം. തക്കാളി, ക്യാബേജ്, പടവലം കുറച്ച് പൊട്ടിയിട്ടുണ്ടേ. സവാളക്കൊക്കെ ഇപ്പൊ എന്താ വില? ഒരു നിമിഷത്തേക്ക് നിങ്ങൾ വിചാരിച്ചില്ലേ ഇവൻ ആ കാണുന്ന IT കമ്പനിയുടെ മുതലാളിയാണെന്ന്? അല്ല, ഇവനാണ് ഇവിടുത്തെ എന്റെ ചകാരി. ആ IT കമ്പനിക്കാർ ഇവനെ ഞെക്കിപ്പിഴിഞ്ഞ് ഉടനെ ഉയരി രണ്ടാക്കി പിച്ചക്കാശ് കൊടുത്ത് ഒഴിവാക്കിയപ്പോ ഇവന് ഇരട്ടി ശമ്പളം കൊടുത്ത് ജോലിക്കെടുത്തത് ഞാനാ. എന്നാലും എന്നെ മാറ്റിക്കാൻ ഇവനെന്നും ഫോർമൽസിട്ട് ഇവിടെ വരും. മുതലാളിയുടെ ഉപ്പും ചോറുമാണ് ഈ സിരകളിൽ ഒഴുകുന്നത്. മുതലാളിക്ക് അറിയോ, എന്റെ വീടിന്റെ ഭിത്തിയിൽ രണ്ട് പേരുടെ ഫോട്ടോ ഉള്ളൂ. ഒന്ന് എന്റെ അച്ചാച്ചന്റെ. അപ്പൊ മറ്റേത് ബേബി ചെങ്ങന്നൂരിന്റെ. അയാളുടെ ജ്വല്ലറിയിൽ നിന്ന് മോതിരം മേടിച്ചപ്പോ കിട്ടിയ കലണ്ടറിലുള്ള. പോയി തൊളയിട വടക്ക്. പിന്നെ ഉണ്ണിയപ്പത്തിന് ശർക്കര ഇടണ്ട. ഞാനൊരു പഞ്ചസാര ലൈന് മേടിച്ചു വെച്ചിട്ടുണ്ട് മേശയുടെ ഇടയിൽ, അത് ചേർത്താ മതി. ശരി. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പരിപാടി, മനസ്സിലായോ? പിന്നെ ഇതാണ് നമ്മുടെ സ്ഥിരം ചായ കുടി സ്പോട്ട്. സുധീ, നിന്റെ പഴയ മാനേജർ വരുന്നുണ്ട്. കൂടെ ഒരു പെണ്ണുണ്ടല്ലോ. പെണ്ണോ? പിന്നെ ആദ്യത്തെ കമ്പനി ഒരു ഭയങ്കര ടെൻഷൻ ഒന്നും അടിക്കും. ഇവിടെ എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി, പണിയും കുറവാണ്. ഓ, പുതിയ ആളെ ചാക്കലാക്കുള്ള പരിപാടിയാണ്. ദിവാകരേട്ടാ, 2 ചായ. ഇത് ദിവാകരേട്ടൻ, ഈ ചായക്കടയുടെ മുതലാളിയാണ്. പുള്ളിയുടെ ചായ ഭയങ്കര ഫേമസ് അല്ലേ? നമ്മുടെ അമേരിക്കന്ന് വന്ന ക്ലയന്റ് ഒരു ദിവസം പുള്ളിയുടെ ചായ എടുത്തിട്ട് എന്താ പറഞ്ഞെന്നറിയോ? നോ ബഡി ഡസ് ഇറ്റ് ബെറ്റർ. സാറിന്റെ പുതിയ ജൂനിയർ ആയിരിക്കും അല്ലേ? അതെ. സാറിന്റെ പഴയ ജൂനിയറാ എന്റെ ഇവിടുത്തെ പുതിയ ജൂനിയർ. തോന്നിക്കുന്നതായിട്ടില്ലേ? ഓ, പുള്ളി നമ്മുടെ കമ്പനിയിലായിരുന്നു അല്ലേ? എന്റെ പ്രൊജക്റ്റിലായിരുന്നു. ഒരു നിർഗുണൻ. അന്നൊരു കോഡ് എഴുതാൻ പറഞ്ഞപ്പോഴേ, കോഡിങ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞവനാ ഇപ്പൊ ഇവിടെ ഈ ചായക്കപ്പ് കഴിഞ്ഞ് നിൽക്കണം. ഇതായിരിക്കും നിന്റെ കപ്പ് ഓഫ് ടീ അല്ലയോടാ? ഓ, ഇയാളെ ഞാൻ ഇന്ന് സുധീ, ആ പണിയും പഠിച്ചങ്ങ് നിന്നായിരുന്നു. ഇപ്പൊ നല്ല ശമ്പളവും മേടിച്ച് വീട്ടിൽ ഇരിക്കായിരുന്നു. അല്ലേ തന്നെ ഈ ചായ അടിച്ചു വിടണം നക്കാപ്പിച്ചോണ്ട് ഉമ്മാർക്ക് എന്താവാൻ? സാലറി പാക്കേജിന്റെ കാര്യങ്ങളൊക്കെ? ഓ, നമുക്ക് നല്ല സാലറി പാക്കേജ് ഒക്കെ അല്ലേ. 20,325 rupees ആദ്യം തന്നെ ഇൻ ഹാൻഡ് കിട്ടും. സുധിയേ, നിന്റെ ഈ മാസത്തെ ശമ്പളം 32,500 രൂപ പ്ലസ് നമ്മുടെ കമ്പനിയിൽ സ്ട്രെസ് റിലീഫിനായിട്ട് കോഫി വെൻഡിങ് മെഷീൻ ഒക്കെ ഉണ്ട് കേട്ടോ. ഫ്രീ ആയിട്ട് പോണേലും കോഫി കുടിക്കുക. പിന്നെ എന്തിനാ ഇടക്കിടക്ക് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നേ? അല്ല, പതപ്പിച്ച ചായ കുടിച്ചാലേ ഒരു സുഖം കിട്ടുമെന്ന് ഞാൻ പറയുമായിരുന്നു. അത് മാത്രമല്ല, നമ്മുടെ കമ്പനിയിലെ ഓണം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, വലിയ പരിപാടിയാ. പാട്ടും ഡാൻസും വടംവലിയും ഓണസദ്യ വരെ ഉണ്ട്. സുധീ, ഇക്കഴിഞ്ഞ ഓണത്തിന് നീ നിന്റെ കമ്പനിയിൽ നിന്ന് എത്ര രൂപയ്ക്കാണോ സദ്യ കഴിച്ചത്? 255 രൂപയ്ക്ക്. നിനക്കൊക്കെ അങ്ങോട്ട് എല്ലാ ഓണത്തിനും നിനക്ക് ഞാൻ എന്റെ വീട്ടിൽ സദ്യ വിളമ്പും. 16 കൂട്ടം കറിയും കൂട്ടി നല്ല തൂശനിലയിൽ, അതും ഫ്രീ. പിന്നെ താങ്ക്സ് മുതലാളി. പിന്നെ നമ്മുടെ കമ്പനിയിലെ ഏമാനെ എന്ന മുതലാളി വിളിക്കണ്ട, CEO വരെ പേര് വിളിക്കാം. സുധിയേ, നീ വേണ്ട, നീ എന്നെ മുതലാളി നിന്നെ വിളിച്ചാൽ മതി. അമ്മാവാ, എന്തിനാ അതിലൊക്കെ പിടിച്ച് തിരിക്കുന്നേ? ഒന്നാമത് ഇന്നോ നാളെ ഒന്നും പറഞ്ഞിരിക്കുക. എനിക്ക് അത്രയും പ്രായമൊന്നും ആയിട്ടില്ല. അതല്ല, ആ റേഡിയോ ഇന്നോ നാളെ ഒന്നും പറഞ്ഞിരിക്കുവാന്ന്. അത് ഞാനിപ്പോ ഒരു ഒട്ടുസൂത്രം ചെയ്ത് റെഡിയാക്കി തരാം.
കഴിഞ്ഞത് ഞാനിപ്പോ ശരിയാക്കി തരാം. ടാ, നീ എന്തിനാണ് ഈ സാധനമൊക്കെ അവന്മാരുടെ വായിക്കാത്തോണ്ട് വെക്കുന്നത്? എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെ തന്നെ കിട്ടുന്ന സമയം മുഴുവൻ കാമുകിയായിട്ട് ഫോണിലാണല്ലോ. ബോധം വേണ്ടേ? ഇവിടെ ആദ്യമായിട്ട് പ്രേമിക്കുന്നത് നീ മാത്രമല്ല. ദിവാകരേട്ടാ, ഒരു യുഗം ഞാൻ തപസിരുന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം വന്നല്ലോ ക്രഷ്. ദിവാകരേട്ടാ, ഒരു ചായ. ആ ദിവാകരേട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട്, ഇനി ഇതിപ്പോ എത്ര കൊല്ലം നിങ്ങൾ ഒറ്റത്തടിയായിട്ട് ഇങ്ങനെ ജീവിക്കും? നിങ്ങൾക്ക് വേണ്ട ഒരു കൂട്ട് കാലങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ഇഷ്ടമല്ലേ? ഇന്നങ്ങ് തുറന്നു പറ. അല്ല, എന്നാലും ഞാനൊരു അറിയാം, ഞാനൊരു ചായക്കടക്കാരൻ, അവളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇതൊക്കെ ശരിയാവോ? എന്റെ പൊന്ന് ദിവാകരേട്ടാ, അവർ സമ്പാദിക്കുന്നതിന്റെ 3 ഇരട്ടി നിങ്ങളിപ്പോ സമ്പാദിക്കുന്നില്ലേ? ചിന്ന മനസ്സങ്ങോട്ട് തുറക്ക്. പറയാല്ലേ? ആ മൂഡ് സെറ്റ്. സുമേ, ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, സുമേ കമ്പനി ചേർന്ന ആദ്യത്തെ ദിവസം ഇവിടെ ചായ കുടിക്കാൻ വന്നതും ആ ചായ ഗ്ലാസ് ആ കയ്യിൽ നിന്ന് പൊട്ടിയതും ഒക്കെ. സുമ ചായ കുടി. അല്ല, ചേട്ടൻ എന്താ പറയാൻ വന്നേ? ഒന്നുമില്ല. ആ പാടത്തടിക്കാൻ വെച്ച പനാമറല്ലേ, അത് ആ മേശയുടെ അടിയിലിരിപ്പുണ്ട്. എടുത്ത് കലക്കി കൊടുക്കാൻ പരട്ട കിളവന് ചാകട്ടെ. നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്, നമ്മൾ IT പയ്യന്മാർക്ക് എളുപ്പത്തിൽ അങ്ങ് പെണ്ണ് കിട്ടുന്നു. നീയൊക്കെ ഇതിന്റെ അകത്ത് വന്ന് ജോലി ചെയ്ത് നോക്ക്, അപ്പൊ മനസ്സിലാവും കഷ്ടപ്പാട്. പാതി പെണ്ണുകൾ കമ്മിറ്റും ബാക്കി പകുതി മാരീഡും. ഒന്നും പോരാണ്ട് മാസം കിട്ടുന്ന ശമ്പളം മാട്രിമോണി തുടങ്ങാൻ പോയിട്ട് റിമോട്ടിൽ ഒരു ബാറ്ററി മേടിക്കാൻ പോലും തികയുന്നില്ല. അപ്പോഴാണ് പോണം. ചേട്ടാ ഒരു ചായ, പഞ്ചാര വേണ്ട. ഷുഗർ കട്ട്. കടിയോ 2 ക്രീം ആയിക്കോട്ടെ. എന്താണ് ഫോണിൽ പെണ്ണെന്നോ പ്രേമെന്നോ ഒക്കെ പറയുന്നതായിട്ടല്ലോ. അതോ ഓരോരുത്തർമാർ വിളിച്ചിട്ട് പറയുന്നതാണ്, നീ IT അല്ലേ, നിനക്കൊക്കെ പെണ്ണ് കിട്ടാൻ എളുപ്പമല്ലേ എന്നൊക്കെ. നമുക്കല്ലേ അറിയൂ ഇല്ലത്തെ പട്ടിണി. അല്ല, കുറച്ചു നാൾ മുന്നേ വരെ നിനക്കൊരു പെണ്ണുണ്ടായിരുന്നല്ലോ, അതെവിടെ പോയി? അതൊന്നും ശരിയാവില്ല. അതെന്താ? ഭയങ്കര ടോപ്പിക് ആയിരുന്നു നീ. ആര്? ഞാൻ. അതുകൊണ്ടെന്താ അതിനിട്ടിട്ട് പോയി. എടാ, ആണുങ്ങളായ കുറച്ചൊക്കെ ടോസ്റ്റിക് ആവണം, എന്നാലല്ലേ അവളുമാരെയൊക്കെ വരച്ച വരെ നിർത്താൻ പറ്റൂ. അതെന്ത് വർത്താനമാവാ? നിങ്ങൾ നിർത്തുമായിരുന്ന വരച്ചു വരെ നിങ്ങളുടെ ഭാര്യനെ? പിന്നെ വരച്ച് ഒരു ദിവസം അവൾ എന്റെ മുഖത്തുനിന്ന് വരച്ച് വെട്ടുകത്തി കൊണ്ട് 16 സ്റ്റിച്ചായിരുന്നു. ആ വര വരച്ചതുള്ള ഞാൻ നിർത്തി. ആ, ബെസ്റ്റ്. ദാ ചായ. ചേട്ടാ വിത്തൗട്ട് ആണല്ലോ. കണ്ടല്ലേ, രാവിലത്തെ ഒരു തിരക്കിൽ ചായ വിത്തോടാണല്ലോ ഞാൻ ചോദിച്ചില്ല. പിന്നെ ചേട്ടാ ഇതിന് മധുരം ഉണ്ടല്ലോ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഓ, മാറിപ്പോയി. അത് ഞാൻ ഗ്ലാസ് കഴിയുള്ള. അയ്യേ, മൂട് പോയി. ചേട്ടാ ക്രീം ആൻഡ് ക്യാൻസർ ഒരു പ്ലേറ്റ് മുട്ടെടുത്തോ. ഇപ്പൊ തരാവേ. സുധി, ഒരു പ്ലേറ്റ് കൊണ്ട് വെക്കണം. അത് പ്ലേറ്റ് അല്ല, ചപ്പാത്തിയാണ്. നീ പോയിക്കേ, ഞാൻ എടുത്തു കൊടുത്തോളാം പുട്ട്. അയ്യോ, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. ഇത് നമ്മുടെ യൂണിറ്റിലെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് അരുൺ. ഹലോ. പുതിയ ജോലിയാണല്ലേ? എന്താ പേര്? വർഷ. പിന്നെ ഇതാണ് നമ്മുടെ സീനിയർ ആർക്കിടെക്ട് സുമ. കമ്പനി തുടങ്ങിയ കാലം തൊട്ടേ ഉള്ള ആളാ. അയ്യോ, അനുഗ്രഹിക്കണം. എന്താ കുട്ടി? അല്ല, അമ്മ പറഞ്ഞിട്ടുണ്ട് മൂത്തവരെയൊക്കെ ബഹുമാനിക്കണം. എന്റെ പൊന്നു കുട്ടി, ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ചിന്തിക്കണ്ടേ ബ്രോ? നല്ല ആളായി പറയുന്നത്. ജോയിൻ ചെയ്ത ദിവസം ലീഡിന്റെ കയ്യിൽ ഒരു വെറ്റിലയില് 101 രൂപ വെച്ച് ദക്ഷിണ കൊടുത്ത് സാഷ്ടാംഗം പ്രണയിച്ചവനാ ഇവൻ. ഞാൻ പോവാ. എങ്ങോട്ട്? എനിക്കൊരു കോളുണ്ട്. അതിന് നിനക്ക് പ്രൊജക്റ്റ് ഇല്ലല്ലോ. പ്രോജക്റ്റിൽ എന്താ കോള് വിളിച്ചൂടെ? ഇത് വീട്ടിൽ നിന്നുള്ള കോളാ. നീ ഇവിടെ ഇരിക്കും, ഞാൻ അതിനൊന്നും പറയൂല. നീ ആ കുട്ടിക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്ന് ക്ലിയർ ചെയ്ത് കൊടുക്ക്. ഞാനിന്ന് വാഷ്റൂം പോയിട്ട് വരാം. അടിച്ചു മാറ്റാൻ ഇവിടെ ടിഷ്യൂ പേപ്പർ ഒന്നും ഇല്ല. അതൊക്കെ ഓഫീസിൽ നിന്ന് നേരത്തെ മാറ്റിയതുണ്ടേ. ചോദിച്ചോ, എന്തൊക്കെയാ കുട്ടിക്ക് അറിയേണ്ടത്? ഒരു സംശയം, ഇന്നിപ്പോ ഓഫീസിലെ ഫസ്റ്റ് ഡേ അല്ലേ, അപ്പൊ ഉച്ചയ്ക്ക് വിടുവായിരിക്കുമല്ലേ? ഇതെന്തോ അംഗനവാടിയാ? ഉച്ചയ്ക്ക് വിടാനും 10 അവധി കിട്ടാനും ഇതൊരു പ്രൊഫഷണൽ ജോബാണ്. ഇവിടെ അതൊന്നും നടക്കൂല. എടാ, കളിയാക്കാതെ. കുട്ടിക്ക് ഏതൊക്കെ ലാംഗ്വേജ് അറിയാം? ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, പിന്നെ കുറച്ച് തമിഴും. കുട്ടി ഏത് കോഴ്സാ പഠിച്ചെന്നാ പറഞ്ഞേ? BTech കമ്പ്യൂട്ടർ സയൻസ്. കൊള്ളാം. എങ്ങനെയുണ്ട് എന്റെ പുതിയ ജൂനിയർ? സൂപ്പറാ. സാറിന്റെ റിക്രൂട്ടുകളൊക്കെ അല്ലെങ്കിലും അടിപൊളിയല്ലേ? അയ്യേ, എന്താ പുട്ടിലൊരു പാറ്റ? അയ്യോ, നിക്ക്, ആ ഹിറ്റിങ് അടിച്ചല്ലേ ഉള്ളൂ, അതൊന്ന് ചാട്ടെ, എന്നിട്ട് കഴിച്ചാൽ മതി. എന്നാ പറഞ്ഞ പരിപാടിയാണ് കാണിച്ചത്? കഴിച്ചോണ്ടിരിക്കുന്നവരെ വായിക്കാതാണോ കൊണ്ടുപോയി ഹിറ്റ് അടിക്കുന്നത്? ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, പുട്ടുപൊടി കലക്കുമ്പോഴേ ഹിറ്റ് അടിച്ചിട്ട് വേണം കലക്കാനൊന്നും. സോറി മലയാളി, ഇനി ശ്രദ്ധിക്കാം. എനിക്കൊന്നും വേണ്ട, ഇനി പുട്ട് ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. അല്ലെങ്കിൽ തന്നെ നല്ല കഴുത്ത് വരുന്നുണ്ട്. അയ്യോ, എന്ത് പറ്റി?
കുത്തിയിരുന്ന ലാപ്പ് നോക്കിയിട്ടാന്ന് തോന്നുന്നു. ഭയങ്കര കഴുത്ത് വരാം. ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടും ഒരു കുറവില്ല. ആ കറക്റ്റ് ആളുടെ അടുത്താ വന്നേ. അതാരി ദേ ഇയാള് വലിയ മർമാണിയല്ലേ? അതെന്റെ രക്തത്തിലുള്ളതാ. അപ്പൂപ്പ മറന്നുപോയിരുന്നു. അപ്പൊ അച്ഛനോ? അച്ഛൻ ഞരമ്പായിരുന്നു. അല്ല, അച്ഛൻ ഞരമ്പ് വിദഗ്ധനായിരുന്നു. പിന്നെ ആ കഴിവൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് നിന്ന്. ശരി. അതാ ഇനി ഞാൻ കുറച്ച് എക്സർസൈസ് ഒക്കെ പറഞ്ഞത്. ഫോണാ. ഹലോ. ആ ആണോ? ആ ശരി. ഓക്കെ. എന്താ പറയടാ? എന്ത് പറ്റി? എടാ, ഞാൻ പുതിയൊരു കട തുടങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? അതിന്റെ കാര്യങ്ങളൊക്കെ റെഡിയായി. അഡ്വാൻസ് ഇത് വൈകുന്നേരം കൊടുക്കും. അയ്യോ, അടിപൊളി. നമുക്ക് സന്തോഷം ഒന്ന് പങ്കുവെക്കണ്ട്. നീ ഒരു കാര്യം ചെയ്യും, എന്റെ വക എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഒരു കടി കൊടുത്തേക്ക്. ഓക്കെ. അയ്യോ, അതിന്റെ ഇടയിൽ കൂടെ എടാ, അതല്ലടാ, എല്ലാവർക്കും കഴിക്കാൻ ഓരോ കടി എടുത്ത് കൊടുക്കാൻ. ഒരു കാര്യം ചെയ്യും, ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഉണ്ണിയപ്പല്ലേ, അതെടുത്ത് കൊടുക്ക്. ആ ഓക്കെ. ആ അമ്മാവന് ഷുഗർ അല്ലേ, കഴിക്കണ്ട. മുതലാളിയുടെ ചെലവാ, കഴിക്ക്. മുണങ്ങ്. ദിവാകരേട്ടാ, ഉണ്ണിയപ്പത്തിന് മധുരം ഇല്ലല്ലോ. നമ്മളൊന്നും ഷുഗർ കട്ടല്ല കേട്ടോ. ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണ്ടാ സുധിയെ. ഞാൻ ശ്രദ്ധിച്ചാ ചെയ്തേ. മുതലാളിയുടെ പഞ്ചസാരയില എനിക്ക് മധുരം ഇല്ലാത്തത്. ഞാൻ ശർക്കരയിട്ട് ഉണ്ടാക്കുമായിരുന്നല്ലോ. പഞ്ചസാരയിൽ എനിക്ക് മധുരം ഇല്ലെന്നോ? അതെങ്ങനെ ശരിയാവും? ഇത് നോക്കി. ഇത് നീ എവിടെ നിന്നാണ് എടുത്തേ? മേശരടിന്ന്. ഇത് പഞ്ചസാര ലായനിയല്ല, പനാമറാണ്. അയ്യോ, ഞാനിപ്പോ ചത്തു. എനിക്ക് വീട്ടിൽ പോകാം. അയ്യോ, എല്ലാം നശിപ്പിച്ചോടാ മഹാഭാവി. മുതലാളി, പോലീസ് ഫുഡ് ഇൻസ്പെക്ടർ വന്നതിനുണ്ട്. എന്താന്ന് വെച്ചാൽ എടുത്തോണ്ട് ഓടാ. അയ്യോ, എന്താടാ പൊട്ടിയെ? പ്ലേറ്റ് ആണോ? അല്ല, ചപ്പാത്തിയാ. ഓ, കിട്ടുന്ന എടുത്തോണ്ട് ഓടാ പൊണ്ണേ. അയ്യോ, എടാ, ഞാൻ തുടങ്ങിയപ്പോ തൊട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചാ ഈ ക്യാരക്ടറിന്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നു. വലിയ ഡയലോഗൊന്നും ഇല്ലല്ലോ. സത്യം പറഞ്ഞാ ഇല്ല. പിന്നെ പുള്ളിനെ എന്തിനാ കാസ്റ്റ് ചെയ്തേ? ആരാ ഇയാള്? അതെന്റെ മാനേജറാടാ. ഞാൻ സ്ക്രിപ്റ്റ് കൊണ്ടപ്പോ സൈഡിൽ വന്നതാ. എന്നിട്ടും പുള്ളിയെ കാസ്റ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് വല്ല പണിയും തന്നാലോ. ഓ അങ്ങനെ. അപ്പൊ ഓക്കെ. അപ്പൊ ശരിക്കും ശുഭം.